हेलो एवरीवन, आई हैव डिसाइडेड टू कम बैक टू इंडिया। यस, मैं अपने देश अपने घर इंडिया वापस आ रहा हूँ एजुकेशन मिनिस्टर ധർമ്മേന്ദ്ര പ്രധാൻ का रेजिग्नेशन मांगने के लिए। ഒരു പാറ്റ പോലും വന്നില്ല. കേരളത്തിലെ ആദ്യത്തെ ശ്രമം തന്നെ പാളിപ്പോയിട്ടുണ്ട്. മറൈൻ ഡ്രൈവിലെ CJP കൂട്ടായ്മക്ക് ആരും വന്നിട്ടില്ല. മലം TV വന്നിട്ടുള്ള ഒരു പോസ്റ്ററാണ് ഞാൻ ഈ കണ്ടത്. ഇത് കണ്ടപ്പം ചിരിക്കണോ അതോ ആലോചിച്ചിട്ട് സഹതപിക്കണോ അതോ പുച്ഛിക്കണോ എന്നൊക്കെ ഞാൻ ആദ്യം ചിന്തിച്ചത്. കാരണം 14 ആൾക്കാരുള്ള ഏതോ ഒരു ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഒരു ഈ ടെലഗ്രാം പോസ്റ്റിൽ ID-യിൽ, അതായത് CJP-യിലുള്ള ആളുകളൊക്കെ അങ്ങോട്ട് വരണം എന്നും പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റാണ് കണ്ടത്. ഇത് കണ്ടിട്ടാണ് നമ്മുടെ നാട്ടിലെ ഈ മാധ്യമ പ്രവർത്തകർ CJP-യുടെ ആദ്യത്തെ കേരളത്തിലെ പൊതു പരിപാടിയാണ് ഇത്, നമ്മുടെ മറൈൻ ഡ്രൈവിലോട്ട് ആളുകൾ ഒഴുകി വരും, മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞത്. ഇത് കേട്ടെ ഒരു കോക്രോച്ച് പാർട്ടിയുടെ അല്ലെങ്കിൽ അതിനെ അനുഭാവിക്കുന്ന ഒരാളുകളും അത് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, വഴിക്ക് പോയിട്ടില്ല. ഇത് കണ്ടപ്പം ആകെ അവിടെ മൈക്കും തൂക്കിപ്പോയത് ഒരേ ഒരു ടീമാണ്. അത് നമ്മുടെ മലൻ TV-യിലെ നമ്പ്യാർ വിട്ട 2 പിള്ളേരുടെ. അവരവിടെ പോയിട്ട് ഇപ്പം എന്തോ വരും ജനതാ പാർട്ടി അല്ലെങ്കിൽ നമ്മുടെ ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഇപ്പം വരുന്ന വെച്ചാൽ അവിടെ മൈക്കും തൂക്കി കുറേ നേരം നിന്ന് അവസാനം അവിടുന്ന് വലിയൊരു പോസ്റ്റ് അല്ലെങ്കിൽ വലിയൊരു ന്യൂസ് കൊടുത്തു. കണ്ടോ, BJP-യിലെ സംഘിണി മക്കളെ നിങ്ങൾ നോക്കൂ, ഇവിടെ ആരും വന്നിട്ടില്ല. നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടി, അതായത് സംഘി പാർട്ടിയെ തോൽപ്പിക്കാൻ ഒരു കോക്രോച്ച് പാർട്ടിക്കും പറ്റില്ല എന്നും പറഞ്ഞ് പോസ്റ്റ് ഇട്ടു. ഇത് കണ്ട് ഇപ്പുറത്ത് യഥാർത്ഥ കോക്രോച്ച് പാർട്ടിയിൽ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഇത് കാണുമ്പോൾ പറഞ്ഞ് പുച്ഛിച്ചുകൊണ്ടിരിക്കുക, ഏതാണ് ഈ മലവാണങ്ങൾ എന്നുള്ള രീതി. അതാണ് അവിടെ നടന്നത്. അപ്പം യഥാർത്ഥത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അഭിജിത്ത്, അതായത് ഇതിന്റെ സ്ഥാപകൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അഭിജിത്ത് ഈ വരുന്ന 6-ാം തീയതി അമേരിക്കയിൽ നിന്നും ഇങ്ങോട്ട് വരികയാണ്. അത് പുള്ളിയുടെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പോസ്റ്റിലും ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലും അതുപോലെ തന്നെ മറ്റ് പ്ലാറ്റ്ഫോമുകളിലും ഒക്കെ അതിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതായിരുന്നു ആ വീഡിയോ. हेलो एवरीवन, आई हैव डिसाइडेड टू कम बैक टू इंडिया। यस, मैं अपने देश अपने घर इंडिया वापस आ रहा हूँ एजुकेशन मिनिस्टर ധർമ്മേന്ദ്ര प्रधान का रेजिग्नेशन मांगने के लिए। इतने दिन से आप सब देख ही रहे हो कि हम सोशल मीडिया पर आवाज़ उठा रहे हैं कि पेपर लीक के कारण जिन नीट के बच्चों ने सुसाइड की और जो लाखों स्टूडेंट्स की मेहनत बर्बाद हुई है, उसके लिए तो धर्मेंद्र प्रधान को रिज़ाइन करना ही चाहिए। 8 लाख बच्चों ने हमारी पेटिशन साइन की है। क्रोर्स ऑफ पीपल हैव सपोर्टेड दिस डिमांड ऑन सोशल मीडिया एज वेल, एंड नॉट जस्ट दैट, देश में कई सारी जगहों पर इसको लेकर प्रोटेस्ट भी तो हो रहे हैं, जैसे लखनऊ, जयपुर, महाराष्ट्र, दिल्ली। लेकिन फिर भी इनको कोई फ़र्क नहीं पड़ रहा, क्योंकि अगर हम आज कुछ नहीं करेंगे तो कौन करेगा? कब तक हम वेट करेंगे कोई और आएगा, आवाज़ उठाएगा और हमें बचाएगा? सो जितने भी पीसफुल और कॉन्स्टिट्यूशन को मानने वाले कॉकरोचेस है, लेट्स ऑल कम टुगेदर टू सेव द फ्यूचर ऑफ मिलियंस ऑफ स्टूडेंट्स। थैंक यू। അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ഒഫീഷ്യലി ആദ്യമായിട്ട് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഒരു പ്രോഗ്രാം എന്നുള്ള രീതിയിൽ അതിന്റെ സ്ഥാപകൻ തന്നെ അല്ലെങ്കിൽ അതിന്റെ ആ മൂവ്മെന്റിന്റെ തുടക്കക്കാരൻ തന്നെ മുന്നോട്ട് വന്ന് പറയുന്നത്. ഇത്രയും കാലം അമേരിക്കയിലെ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥിയായിരുന്നു, അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇനി ഞാൻ എൻ്റെ ഇന്ത്യയിലോട്ട് തിരിച്ചു വരികയാണ്. ആദ്യമായിട്ട് ഈ 6-ാം തീയതി രാവിലെ ഞാൻ എയർപോർട്ടിലെത്തും. എയർപോർട്ടിൽ നിന്ന് ഈ പാവത്തിന് എന്തെങ്കിലുമൊക്കെ കേസ് ഇട്ടിട്ടൊക്കെ പൊക്കം അല്ലെങ്കിൽ ഇയാളെ പിടിച്ചുകൊണ്ട് പോകാനുള്ള ചാൻസസ് ഒക്കെ വളരെ ഹൈ ആണ്. അതിന്റെ താഴത്തുള്ള കമന്റുകളൊക്കെ കഴിച്ച് നമുക്ക് മനസ്സിലാവും. കാരണം നമ്മുടെ നാട്ടിലെ യഥാർത്ഥ ഈ ഈ ഉച്ചാളി പാർട്ടി ആയിട്ടുള്ള BJP പാർട്ടി ഉണ്ടല്ലോ, അതായത് ആളുകളെ പറ്റിച്ചും വെട്ടിച്ചും മാത്രം രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാർട്ടി ഇത് കണ്ട് പേടിച്ച് വരണ്ടിരിക്കുകയാണ്. അപ്പം ഈ വരുന്ന ആളെ തൂക്കാൻ അല്ലെങ്കിൽ ഈ വരുന്ന ആളെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ പരിപാടികളും ഇവന്മാർ ചെയ്യും. കാരണം ഒരു പേജ് കണ്ട് പേടിച്ച് അല്ലെങ്കിൽ ആ പേജ് പോലും ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ച പാർട്ടിയാണ് നമ്മുടെ സംഘ പാർട്ടി. അതുകൊണ്ട് ഇയാൾ വരെ മാത്രമല്ല, വന്നിട്ട് അവിടേക്ക് ആളുകളോട് വരാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതായത് ഇയാളെ സപ്പോർട്ട് ചെയ്യുന്ന കോക്രോച്ചുകളുണ്ട്, പാറ്റകളുണ്ട്, അങ്ങോട്ട് വരണം എന്ന് സപ്പോർട്ട് വേണം എന്ന് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, അവിടുന്ന് നേരിട്ട് പാർലമെന്റിലോട്ടും അതല്ലെങ്കിൽ അവിടുന്ന് ജന്തർ മന്ദറിലോട്ടാണ് ഈ പരിപാടി. ആദ്യത്തെ പ്രൊട്ടസ്റ്റ് അവിടെ വെച്ചിട്ട് എല്ലാവരോടും ഗ്യാദർ ചെയ്യും. ജന്തർ മന്ദറിൽ വെച്ചിട്ട് ഡൽഹിയിൽ ഗ്യാദർ ചെയ്തിട്ട് അവിടുന്ന് നമ്മളൊരു പ്രൊട്ടസ്റ്റിനുള്ള ഒരു അപ്രൂവൽ, ഒരു അനുമതി നമ്മൾ വാങ്ങിക്കും. പാർലമെന്റിൽ നിന്നുള്ള ഒരു അനുമതി നമുക്ക് വേണം. ആ അനുമതി കിട്ടിയതിനു ശേഷം നമ്മൾ ധർമ്മേന്ദ്ര പ്രധാൻ, അതായത് ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നുള്ള ഒരു കാര്യമാണ് മുന്നോട്ട് വെക്കാൻ പോകുന്നത്. ആദ്യത്തെ പ്രൊട്ടസ്റ്റിന്റെ അജണ്ട എന്ന് പറഞ്ഞാൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രിയാണ് രാജിവെക്കണം. കാരണം നീറ്റ് പരീക്ഷ അട്ടിമറി, CBSE പരീക്ഷ അട്ടിമറി, കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ടുള്ള എല്ലാ വർഷങ്ങളിലും രാജ്യത്തെ പല പരീക്ഷകളിലുള്ള അട്ടിമറികളെ പറ്റി അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം. മിണ്ടാണ്ടിരുന്നത് കൊണ്ടോ കൊഞ്ഞനം കുത്തിയോണ്ടോ ഒന്നും കാര്യമില്ല, രാജിവെക്കണം എന്നുള്ള ഒരു താല്പര്യത്തിൽ അല്ലെങ്കിൽ ഒരു കാര്യം മുന്നോട്ട് വെച്ചിട്ടാണ് ആള് മുന്നോട്ട് വരുന്നത് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഇനി ഈ ഒരു പ്രൊട്ടസ്റ്റ് എന്താണെങ്കിൽ നിങ്ങൾ കണ്ടോ, സകല സംഘമല മാധ്യമങ്ങളും കണ്ടോ ഏത് രീതിയിലായിരിക്കും. അല്ലെങ്കിൽ മറൈൻ ഡ്രൈവിൽ ആരും വന്നിട്ടില്ല, സംഘികളെ നമ്മൾ ജയിച്ചു എന്ന് പറഞ്ഞ പോലെ ആയിരിക്കില്ല ജൂൺ 6-ാം തീയതി ഡൽഹിയിൽ നടക്കാൻ പോകുന്ന പ്രൊട്ടസ്റ്റ്. നിങ്ങളുടെയൊക്കെ കണ്ണ് തന്നെ തള്ളും എന്നുള്ള കാര്യത്തിൽ ഒരു ഒരു അർത്ഥശങ്ക വേണ്ട, അത് തള്ളു തന്നെ ചെയ്യും. ഇനി അയാൾ അവിടുന്ന് പിടിച്ചുകൊണ്ട് പോയിട്ട് അറസ്റ്റ് ചെയ്ത് നേരെ ഡയറക്റ്റ് കൊണ്ടുപോകുക എന്നുള്ളത് അത് നിങ്ങളുടെ പിടുങ്ങാമണി വറച്ച് അങ്ങനെ വല്ല പരിപാടികളും ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ മൂഡ്
അല്ലെങ്കിൽ മൂട്ടിൽ ഇങ്ങനെ ആ പറഞ്ഞ പരിപാടി നടക്കും എന്നുള്ളത് നമുക്ക് കാണാം. ഇനി എന്തുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഈ മറൈൻ ഡ്രൈവിൻ്റെ കാര്യം പറയാം, മറൈൻ ഡ്രൈവ് ഒക്കെ മാറ്റി നിർത്തി. ഇനി മറ്റ് 3 സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, തമിഴ്നാടു, ഈ 3 സ്ഥലങ്ങളിലും ഈ പാർട്ടിയുടെ കുറച്ച് ആളുകൾ കൂടിയിട്ട് ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രൊട്ടസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു പരിപാടി നടത്തിയിരുന്നു. യഥാർത്ഥത്തിൽ അതായത് ഇവർ ത്രൂ കണക്ട് ചെയ്തിട്ടുള്ള ഒരു പരിപാടി. ആ പരിപാടിയിൽ നടന്നിട്ടുള്ള കുറച്ച് ദൃശ്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഈ 3 സ്ഥലം, ഉത്തർപ്രദേശ്, അതുപോലെ മഹാരാഷ്ട്ര, പിന്നെ തമിഴ്നാട്, ഈ 3 സ്ഥലങ്ങളിലും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇവരുടെ ഒരു പ്രൊട്ടസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഒഫീഷ്യലി എന്താ പറയുക, ഈ അഭിജിത്ത് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടി ത്രൂ വന്ന ഒരു പ്രോഗ്രാം ആയിരുന്നത്. അതല്ലാതെ ഇതിനെ അനുഭാവിക്കുന്ന കുറച്ച് ആളുകൾ നടത്തിയിട്ടുള്ള ചെറിയ പ്രോഗ്രാം മാത്രമായിരുന്നു അത്. അതിന് ആയിരക്കണക്കിന് ആൾക്കാരാണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇവരുടെ മെയിൻ ഉദ്ദേശം. അതായത് നീറ്റ് പരീക്ഷ ചോർത്തിക്കളഞ്ഞ, അതല്ലെങ്കിൽ CBSE അട്ടിമറിച്ചിട്ടുള്ള അതിനെതിരെയുള്ള പ്രൊട്ടസ്റ്റാണ്. അപ്പോൾ പല ആൾക്കാരും ഇതിൻ്റെയൊക്കെ താഴത്ത് വന്ന് കമൻ്റ് ഇടുന്നുണ്ട്. കേരളത്തിലെ പല ആളുകളും മറ്റ് ഒരുപാട് സംഖ്യകൾ വന്നതിൻ്റെയൊക്കെ താഴത്ത് കമൻ്റ് ഇടുന്നത് കണ്ടു. എന്താണ് ഇത്ര വലിയ പ്രശ്നം? CBSE പരീക്ഷ എങ്ങനെയാണ് അട്ടിമറിക്കപ്പെട്ടത്? നീറ്റ് നമ്മൾ കണ്ടു, പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നതും അത് റീ എക്സാം നടത്തുന്നതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനി CBSE അതിൻ്റെ തൊട്ട പിന്നാലെ തന്നെയാണ് ചോർന്നു പോയിട്ടുള്ളത്. ചോർന്നത് എങ്ങനെയാണ്, എന്താണ് അവസ്ഥ, CBSEക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് പലർക്കും അറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതിനെ റിലേറ്റ് ചെയ്ത് അതിനെ ബന്ധപ്പെട്ടിരിക്കുക എക്സാം എഴുതിയ കുടുംബങ്ങൾക്ക് മാത്രമേ സത്യത്തിൽ അറിയുള്ളൂ. അല്ലാത്ത സംഖ്യകൾക്കാരും, സംഖ്യകളിൽ വളരെ ചിലപ്പോൾ 1% അല്ലെങ്കിൽ 1.5% ഒക്കെ ആൾക്കാരൊക്കെ CBSE പഠിച്ചിട്ട് വിദ്യാഭ്യാസം നേടുന്നുണ്ടാവുകയുള്ളൂ. ബാക്കി സംഖ്യകളുടെ കൂട്ടത്തിൽ പകുതിയിലധികം ആൾക്കാർക്ക് വിദ്യാഭ്യാസം തന്നെ ഇല്ല. വല്ല ശാഖാ വിദ്യാഭ്യാസമോ കൊണ്ടുവരേണ്ട വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതല്ലാത്ത വിദ്യാഭ്യാസമൊന്നും സംഖ്യകൾക്ക് പൊതുവേ ഇല്ല. പിന്നെ കുറച്ചെണ്ണൊക്കെ അല്ലാത്ത നോർമൽ എഡ്യൂക്കേഷൻ കിട്ടി വരുന്നുണ്ടാവും. CBSE എന്താണ്, നീറ്റ് എക്സാം എഴുതിയ സംഖ്യകളൊക്കെ വളരെ കുറവാണ് സത്യത്തിൽ പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഇവർക്ക് ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവാത്തത്. ഏകദേശം 4 ലക്ഷത്തോളം പിള്ളേരാണ് CBSE എക്സാം. ഞാൻ അതിനെ പറ്റി നീറ്റ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. CBSE എക്സാം 4 ലക്ഷം ആളുകളാണ് എഴുതിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ മെയ് 13-ാം തീയതി റിസൾട്ട് വന്ന സമയത്ത് വിദ്യാർത്ഥികൾ ആരും പ്രതീക്ഷിച്ച മാർക്കൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. മാർക്ക് ഒരു വിഷയത്തിലും അവർ വിചാരിച്ച മാർക്കുകളല്ല കിട്ടിയത്. ആ ഒരു കൺഫ്യൂഷൻ. അപ്പോൾ ഒരുപാട് പിള്ളേർ പുറത്തോട്ട് വന്നു, ഇതെന്താ ഇങ്ങനെ, ഞങ്ങൾക്കൊന്ന് ഇത് ശരിയാവുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ ഇവരെല്ലാവരും കൂടെ ഇത് വലിയൊരു കംപ്ലൈൻറ്റ് കൊടുത്തു. അങ്ങനെ ഈ കംപ്ലൈൻറ്റ് കൊടുത്തപ്പം വിദ്യാർത്ഥികൾ പറഞ്ഞതിൽ കാര്യമുണ്ടോ കാര്യമില്ല എന്ന് ചിന്തിക്കാണ്ട് നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്ട്രി, അതായത് ഇന്ത്യൻ സെൻട്രൽ എഡ്യൂക്കേഷൻ മിനിസ്ട്രി എന്ത് ചെയ്തു, 17-ാം തീയതി ഒരു പത്രസമ്മേളനം, ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചിട്ട് അതൊന്നുമല്ല പറയുന്നത് എന്താണ്, നമുക്ക് റീവാലുവേഷന് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, അതിന് 2000 റുപ്യ നിങ്ങൾ തന്നിട്ട് റീവാലുവേഷന് കൊടുത്തോന്ന്. അല്ലാണ്ട് ഇതിൽ വല്ല ക്രമക്കേട് നടന്നിട്ടുണ്ടോ, വല്ല ബുദ്ധിമുട്ടുകൾ നടന്നിട്ടുണ്ടോ? കാരണം ആദ്യമായിട്ടാണ് OSM സംവിധാനം എന്നുള്ള സംവിധാനം വെച്ചിട്ട് ഇത് സ്കാൻ ചെയ്തിട്ട്, ആ സ്കാൻ ചെയ്തത് ഡിറ്റക്ട് ചെയ്തിട്ട് ഈ ഒരു മാർക്ക് പറയുന്ന പരിപാടിയൊക്കെ ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആ ചെയ്ത കമ്പനി ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് നമുക്ക് ലാസ്റ്റ് പറയാം കഥ. അതോടെ കേട്ടോ. അങ്ങനെ 17-ാം തീയതി സെൻട്രൽ ഗവൺമെന്റ് ഇങ്ങനെ സംഭവം ഇറക്കി. അല്ലാണ്ട് വേറെ ഒന്നും ഇതിനെ അഡ്രസ് ചെയ്യാനോ ഒരു കാര്യം നിർത്തിയില്ല. ഇത് ചെയ്യാനോ 19-ാം തീയതി ഇത് സ്കാൻ പോർട്ടൽ, ഒരു പോർട്ടൽ വെച്ചിട്ട് ആ പോർട്ടലിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കാൻ ഉത്തരവ് കടലാസുകൾ കയ്യിൽ കിട്ടും എന്നുള്ള രീതിയിൽ 19-ാം തീയതി ഒരു പോർട്ടൽ അങ്ങ് ഓപ്പൺ ചെയ്ത്, പോർട്ടലിൽ 2000 രൂപ അടയ്ക്കുകയും വേണം. അതായത് പരീക്ഷ എഴുതിയിട്ട് അതിൽ തെറ്റുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചതിന് നിങ്ങൾ വീണ്ടും 2000 അടച്ചിട്ട് റീവാലുവേഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ചെയ്തോന്നും പറഞ്ഞിട്ട് ഈ പോർട്ടൽ തുറന്നു വെച്ച്. ഈ പോർട്ടലാണ് കംപ്ലീറ്റ് അൽക്കുലത്ത്. ഇത് ഓപ്പൺ ആകുന്നില്ല, പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് കട്ടായി പോകുന്നു, പേയ്മെന്റ് പോയി കുറേ ആൾക്കാർക്ക്, പേയ്മെന്റ് നടന്നില്ല കുറേ ആൾക്കാർക്ക്. അവസാനം കുറച്ച് കുട്ടികൾ അങ്ങനെ ഇരുന്ന് അവസാനം സാധനം എത്തി ഇത് ഓപ്പൺ ചെയ്ത് ഇത് ഡൗൺലോഡ് ചെയ്ത സമയത്ത് ഒരു പേപ്പറുകൾ പോലും ക്ലിയർ അല്ല. അതായത് സ്കാൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഉത്തര കടലാസുകൾ പോലും ക്ലിയർ അല്ല, ഇട്ടിട്ടുള്ള മാർക്കുകളെല്ലാം റോങ്, കംപ്ലീറ്റ് എഴുതിയ ആൻസേഴ്സ് പോലും ക്ലിയർ അല്ലാത്ത കാരണം അതിന് മാർക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ 100 കണക്കിൽ പ്രശ്നങ്ങൾ ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ എന്തുകൊണ്ട് ഇത് വെച്ചിട്ടാണോ ഇവർ ഈ സ്കാനിങ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്കാനിങ് ചെയ്തിട്ടാണോ ഞങ്ങളുടെ പരീക്ഷ പേപ്പർ ചോദിച്ചത് എന്ന് ചോദിച്ചത് വലിയൊരു ചോദ്യം. പിന്നെ അപ്പുറത്ത് നോക്കുമ്പോൾ കുറേ കുട്ടികളുണ്ട്, അവരുടെ പേരിലേ അല്ലാത്ത ഉത്തര കടലാസുകളാണ് കാണുന്നത്. ചെറിയൊരു കാര്യമാണോ? ഇത്രയും ദിവസം ഇത്രയും കാലം പഠിച്ചു വന്നിട്ട് 10ാം ക്ലാസ് അല്ലെങ്കിൽ CBSE ഈ ഒരു എക്സാമിന് ഈ ഒരു എക്സാം വരുന്ന സമയത്ത് അവരെ ഞെട്ടിത്തിരിച്ച് നിൽക്കുക. അതായത് കണ്ടുപിടിച്ചത് തന്നെ +2 പഠിക്കുന്ന 3 പിള്ളേരാണ് ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത്. അതായത് അവരാണ് ഇത് ഏറ്റവും കൂടുതൽ ഇതിനെ പ്രൊട്ടസ്റ്റ് ചെയ്ത് മുന്നോട്ട് വന്നിട്ടുള്ളത്. ആ പിള്ളേർ ഇത് മുന്നോട്ട് വന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ രാജ്യദ്രോഹികളായിട്ട് ഈ സംഘി വാണങ്ങൾ മുദ്രകുത്തി. അവർ സംസാരിച്ച് കഴിഞ്ഞാൽ അത് പാകിസ്ഥാനികൾ പറയുന്ന പോലെ എന്നും പറഞ്ഞിട്ടാണ് ഈ വിവരം കേട്ടത്. അതായത് എന്താണ് CBSE എന്ന് പോലും എന്ന് പോലും വായിക്കാൻ അറിയാത്ത ചണി ചാണങ്ങളാണ് ഇമാതിരി വന്ന് കമന്റ് ഇട്ട് ഇവരെ രാജ്യദ്രോഹികളാക്കി. ഇന്ത്യ ഭരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ വലിയ വലിയ നേതാക്കളും ഈ ഗോദി മീഡിയ വരെ ആ പാവങ്ങളെ പാകിസ്ഥാനികളും രാജ്യദ്രോഹികളും ആക്കിയത്. ചോദ്യം എൻ്റെ ഉത്തരക്കടലാസ് അല്ല അതിലുള്ളത്, എൻ്റെ ഉത്തരക്കടലാസ് ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിനുള്ള ആൻസേഴ്സിന്റെ മറുപടി അല്ല, അല്ലെങ്കിൽ അതിനുള്ള മാർക്കല്ല എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞതിന് അവരെ പാകിസ്ഥാനികളാക്കി ഈ സംഘി വാണങ്ങൾ. അങ്ങനെ ഈ ഒരു സംഭവം കൂടെ വന്നപ്പം യഥാർത്ഥത്തിൽ നമ്മുടെ നാടിൻ്റെ, അപ്പം നിങ്ങൾ ആലോചിച്ചൊക്കെ ഈ പബ്ലിക് ഈ ഒരു ഇതിൽ കംപ്ലീറ്റ് ഇരിക്കുന്ന ആളുകൾ, ഈ 4 ലക്ഷം പിള്ളേർ, രാഹുൽ ഗാന്ധി വെച്ചാൽ 4 ലക്ഷം പിള്ളേർ റീവാലുവേഷൻ പോയി കഴിഞ്ഞാൽ 2000 രൂപ വെച്ചിട്ട് കോടിക്കണക്കിൽ രൂപയാണ് നമ്മുടെ ആൾക്കാർ പിണുങ്ങാൻ പോകുന്നത്. നമ്മുടെ കേന്ദ്ര എഡ്യൂക്കേഷൻ മിനിസ്ട്രിയും അല്ലെങ്കിൽ CBSE ബോർഡും പിടുങ്ങാൻ പോകുന്നത് കോടിക്കണക്കിന് രൂപകളാണ്. ഇതൊരു സ്കാമല്ലേ? അതേ സ്കാമാണ്. ഇനി മാത്രമല്ല ഈ ഒരു
OSM സംവിധാനം ഉപയോഗിച്ചിട്ട് ഇത് വാല്യുവേറ്റ് ചെയ്യാനുള്ള കമ്പനിയുടെ പേര്, ആ കമ്പനിയുടെ പേര് എന്താണ്? കോമേറ്റ് അല്ലേ? അതെ, കോംപിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിക്കാണ് COEMPT, കോയിംപ്റ്റ്. അങ്ങനെ ഈ കോയിംപ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിക്കാണ് ഇതിനുള്ള ഇത് കൊടുത്തിട്ടുള്ളത്, ടെൻഡർ കരാറ് കൊടുത്തിട്ടുള്ളത്. ഈ കമ്പനി, ഇതേ കമ്പനി ഇതിനേക്കാൾ വലിയ അട്ടിമറി നടത്തിയതിൻ്റെ പേരിൽ 2024-ലും 2025-ലും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ്. ആ കമ്പനി, അന്നത്തെ ആ കമ്പനിയുടെ പേരാണ് ഗ്ലോബൽ അറീന ടെക്നോളജി. അന്ന് ഈ കമ്പനിക്ക് ഇത് കിട്ടി. അതേ കമ്പനി പേര് മാറ്റിയിട്ടാണ് ഈ കോയിംപ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് പേര് വന്നിട്ട്, എഡ്യൂക്കേഷൻ എന്നാണ് പേര് വന്നിട്ട് ഈ ടെൻഡർ എടുത്തത്. അപ്പം തന്നെ അവിടെ തന്നെ മോദി സർക്കാർ, മോദിയുടെ കീഴിലുള്ള മോദിയുടെ കീഴിലുള്ള കള്ള നാറിയ മന്ത്രിമാരും സർക്കാരും കൂടെ ഇമ്മാതിരി ഏറ്റവും വലിയൊരു പരിപാടിയോടെ കാണിച്ചു. കള്ളത്തരം, പച്ചക്കളവ് കാണിച്ചത് അന്ന് മുതൽ കാണിച്ച്. അതിനുശേഷം ആർക്കോ വേണ്ടി ചെയ്തിട്ടുള്ള എന്തോ ഒരു പരിപാടിയായിട്ട് ഇതിനെ കഴിച്ചു കൂട്ടാന്ന് വിചാരിച്ചു. പക്ഷേ വിചാരിച്ചാലും അധികം പിള്ളേർ ഇതിനെതിരെ അഗെയിൻസ്റ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു റീവാലുവേഷനിലോട്ട് ഇത് പോയതും ഈ പേപ്പറിന്റെ കാര്യങ്ങൾ ഔട്ട് ചെയ്ത സമയത്ത് ഇത് കംപ്ലീറ്റ് തെറ്റിക്കിടക്കുക എന്നുള്ളതും അറിയുന്നത്. അപ്പം ഇത്തരം വലിയ വലിയ കാര്യങ്ങൾ, നീറ്റ് എക്സാമിൻ്റെ ചോദ്യപേപ്പർ ചോർത്തിയതിൻ്റെ പിന്നിൽ തന്നെ ഈ പറഞ്ഞ സംഘപരിവാരത്തിൻ്റെ നേതാക്കളും അവരുടെ മക്കളും എന്നുള്ള കണ്ടെത്തലുകൾ, ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കിയിരിക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ കോക്രോച്ച് ജനതാ പാർട്ടി നോക്കിയിരിക്കുക, അല്ലെങ്കിൽ ഭാരതത്തിലെ ബോധവും വിവരമുള്ള ആൾക്കാർ നോക്കിയിരിക്കുമോ? ഇല്ല, അവരൊക്കെ പുറത്തിറങ്ങും. അപ്പം 6-ാം തീയതി അഭിജിത്ത് വരുന്ന സമയത്ത് ഏത് രീതിയിലായിരിക്കും പ്രൊട്ടസ്റ്റ് വരിക, അല്ലെങ്കിൽ എത്ര പേര് അതിനെ അനുകൂലിച്ച് അങ്ങോട്ട് ചെല്ലും എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ കണ്ണ് തള്ളു തന്നെ വേണ്ടി വരും സകല സംഘവാണങ്ങൾക്കും. ഇനി വാണങ്ങൾ ഈ അഭിജിത്തിനെ പേടിച്ചിട്ട് അവിടെ തന്നെ അറസ്റ്റ് ചെയ്തത് വേറെ നല്ല രീതിയിലോട്ട് മാറ്റുകയാണെങ്കിൽ മാത്രം നമുക്ക് നോക്കാം. ഏതായാലും വരട്ടെ. വന്നിട്ട് ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ള, അതായത് പീസ്ഫുൾ ആയിട്ടുള്ള, പുള്ളി പറഞ്ഞത് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് നമ്മൾ നടത്തും. വളരെ സിമ്പിളാണ്. ഇത്രയും വലിയ അൽക്കുലത്ത് പരിപാടി, ഇത്രയും വലിയ തെറ്റും ചെറ്റത്തരും കാണിച്ചിട്ടുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം. പിന്നെ BJPയുടെ ഒരു 10-11 വർഷത്തെ ഡീറ്റെയിൽസ് എടുത്തു നോക്കിയാൽ ഇവിടെ ഏതൊക്കെ സ്ഥലത്ത് എത്രയൊക്കെ ഭീകരാക്രമണങ്ങൾ ഉണ്ടായി, ഇവിടെ ഏതൊക്കെ സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായി, ഇവിടെ ഏതൊക്കെ വലിയ വലിയ അഴിമതികളുടെ ഡീറ്റെയിൽസ് പുറത്തു വന്ന്, ഇലക്ട്രോൾ ബോണ്ട് പോലത്തെ അഴിമതികളുടെ ഡീറ്റെയിൽസ് പുറത്തു വന്ന്, അങ്ങനെ സകല സാധനങ്ങൾ, പാലങ്ങൾ പണിയാ പൊളി, ഇത് തന്നെ ബീഹാറിലും അല്ലെങ്കിൽ UP യിലും നടന്നുകൊണ്ടിരിക്കുന്ന 100 കണക്കിൽ കാര്യങ്ങൾ ഈ രാജ്യത്ത് നടന്നാലും ഒരൊറ്റ BJPയുടെ സംഘപരിവാണത്തിലെ കൂട്ടത്തിലെ ഒരൊറ്റ മന്ത്രിമാർ രാജിവെക്കാറില്ല. അതൊക്കെ മുമ്പത്തെ മന്ത്രിമാരും, അല്ലെങ്കിൽ മുംബൈ ആക്രമണമുള്ള സമയത്ത് അന്നത്തെ നമ്മുടെ എന്താ പറയുക മിനിസ്ട്രി, അല്ലെങ്കിൽ ഡിഫൻസ് മിനിസ്ട്രിയിലെ മന്ത്രിമാർ രാജിവെച്ച പോലെ, അതല്ലെങ്കിൽ ഒരുപാട്, അതായത് എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത്, അതൊക്കെ പണ്ട് 12 കൊല്ലം മുമ്പ്. അതിനുശേഷം ഇവന്മാരൊരു പെണ്ണിനെ ഒരു റോട്ടിലിട്ട് പച്ചയ്ക്ക് പീഡിപ്പിച്ച് കഴിഞ്ഞാലും രാജിവെക്കില്ല എന്നുള്ള രീതിയിലുള്ള മന്ത്രിസ്ഥാനം, അല്ലെങ്കിൽ മന്ത്രിമാരായിട്ട് നിൽക്കുന്ന ആളുകളാണ് ഇപ്പം നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവരുടെ അടുത്ത് നിന്ന് രാജി കാര്യങ്ങളും പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ട് തന്നെയാണ് രാജ്യത്തെ ജൻസി അടക്കമുള്ള ജനങ്ങൾ പുറത്തോട്ട് ഇറങ്ങേണ്ടി വരുന്നൊരവസ്ഥ ഇപ്പം ഉണ്ടായിട്ടുള്ളത്. ഏതാണെങ്കിലും ആൾ വരട്ടെ. ആൾ വന്നിട്ടുള്ള പ്രൊട്ടസ്റ്റിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നോക്കാം. അന്ന് നമുക്ക് അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. ബൈ.